അനിയനുമായിട്ടുള്ളൊരു മൂവി സഞ്ചാരം എന്നൊരു സോങ്സ് ഭയങ്കര വൈറലായിരുന്നു. തെലുങ്ക് ഓഡിയൻസ് ഒരു അക്സെപ്റ്റൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഭയങ്കര സന്തോഷമാണ്. അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടുത്തെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഒരു സിനിമ റിലീസ് ചെയ്തു. അപ്പൊ പല പല സ്റ്റേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ നേരെ ഇന്നലെയാണ് എത്തിയത് ഹൈദരാബാദ്. അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മുടെ ഒരു സിനിമയുടെ റിലീസ് ആവാന്ന് പറയുന്നത്. ഈ ഒരു മ്യൂസിക് കൾച്ചർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് തെലുങ്കിന്റെ മലയാളത്തിന്റെ മ്യൂസിക് കൾച്ചർ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരേപോലെ സ്വഭാവം അനുസരിച്ചിട്ടിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ വാഴക്ക് അറിയും അല്ലെങ്കിൽ എല്ലാ സിനിമയിലുള്ള സോങ്സ് ഒക്കെ ഗംഭീരമായിട്ട് പോവാണ്. ഒരുപാട് പുതിയ കമ്പോസേഴ്സ് വരുന്നു. അവരോടൊക്കെ അവരുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ് നമുക്ക് ഇൻസ്പിറേഷൻ. അപ്പം ഡെഫിനറ്റ്ലി ഇവിടുത്തെ കൾച്ചർ മാറി. പിന്നെ ഓൾസോ ഇതിനകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇപ്പം ദർശന സോങ്ങിനകത്ത് ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് പറഞ്ഞിരുന്നു, ചൈനീസ് ഇൻസ്ട്രുമെന്റ് ഓൾസോ. അപ്പൊ ഇതിന്റെ അതിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? ഇല്ല, ഈ സിനിമ ഒരു ഭയങ്കര നാട്ടിൻപുറമുള്ള സിനിമ. നമ്മൾ ഭയങ്കര അങ്ങനെ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. സീൻ അനുസരിച്ച് സംവിധായകൻ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച്. ഓക്കെ ബ്രോ, താങ്ക് യു.